ഈ കപ്പലിന്റെ ഈ പൊസിഷൻ അനുസരിച്ച് ഏതൊക്കെ തീരദേശങ്ങളിലുള്ളവർക്കാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത് എന്നുള്ളത് നമുക്ക് ഒരു മാപ്പ് വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പ്രോബബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ കപ്പൽ ഏറ്റവും ഒടുവിൽ കാണപ്പെട്ട സ്ഥലം ഇവിടെയാണ്. ഏകദേശം കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയായിട്ടാണ് MSC കപ്പൽ ചെരിഞ്ഞു കിടക്കുന്നത്. ഇവിടെ നിന്നും ഏറ്റവും പ്രോബബിലിറ്റി ഉള്ളത് കൊച്ചിയുടെയും തൃശ്ശൂർ, കൊച്ചി, ആലപ്പുഴ ഈ 3 പ്രദേശങ്ങളിൽ, എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ ഈ ഭാഗങ്ങളിലെ തീരങ്ങളിലേക്ക് ഒരുപക്ഷെ ഈ ചരക്ക് കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ, ഈ നീല കാണിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം. അതേസമയം കായംകുളത്തോടടുത്ത പ്രദേശങ്ങളിലും അതിന് തീരത്തേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അത് ലെസ് പ്രോബബിലിറ്റി കാറ്റഗറിയിലാണ് വരുന്നത്. ഹൈ പ്രോബബിലിറ്റി ഉള്ളത് എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ ഭാഗങ്ങളിലുള്ള തീരദേശത്തുള്ളവരാണ് പ്രത്യേകം ശ്രമിക്കേണ്ടത്. അതേസമയം ഇങ്ങനെ കൊല്ലം വരെയുള്ള കായംകുളം, കൊല്ലം വരെയുള്ള പ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ പ്രോബബിലിറ്റി മാപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രത്യേകം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്, ഈ MSC എന്ന കപ്പലിൽ ഉണ്ടായിരുന്നത് വിഴിഞ്ഞത്തെ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം വളരെ അപകടകരമായ കാർഗോകളൊന്നും അതിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അതിൽ ലോ സൾഫർ ഉള്ള ഫ്യൂലുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 1% കൂടുതൽ സൾഫർ കണ്ടന്റുള്ള ഫ്യൂലാണ്. അപ്പോൾ ഇത് എണ്ണപ്പാട് സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക. പക്ഷേ എങ്കിലും ഒരു കാർഗോയും തീരദേശത്തുള്ളവർ തൊടാൻ പാടില്ല എന്ന വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് തന്നെ നൽകുന്നുണ്ട്. ഋഷിപാൽ ഉണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. ഋഷിപാൽ, ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ എറണാകുളം, ആലപ്പുഴ, തെക്കോട്ട് വന്നാൽ കൊല്ലമടക്കം, വടക്കോട്ട് പോയാൽ തൃശ്ശൂർ അടക്കമുള്ള മേഖലകളിലെ തീരദേശ പ്രദേശത്തുള്ളവർക്കാണോ ഇപ്പോൾ പ്രധാനമായും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ഋഷി, അരുൺകുമാർ, ഏതായാലും ഇപ്പോഴും അത് തിരുവനന്തപുരം വരെ തീരദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാരണം ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് കോസ്റ്റ് ഗാർഡ് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിനെ ഈ വിവരം അറിയിച്ചത്. സംസ്ഥാനത്ത് ഈ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. കാരണം ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ചരക്കുകൾ അത് കടലിലേക്ക്, ഏതാണ്ട് 8ഓളം കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചു. ആ കണ്ടെയ്നറുകൾ തീരത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല അവിടെ നിന്നും കപ്പലിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഉൾപ്പെടെ കടലിലേക്ക് പരന്നു എന്ന വിവരം കൂടി ലഭിച്ചു. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ അത് മാധ്യമങ്ങളെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും നിലവിൽ ഈ തീരമേഖല, ഏതാണ്ട് തൃശ്ശൂർ മുതൽ ആലപ്പുഴ വരെയുള്ള ഭാഗങ്ങളിൽ ഈ ചരക്കുകളും ഒപ്പം തന്നെ ഇതിൻ്റെ ഇന്ധനം ഉൾപ്പെടെ ഒഴുകിയെത്തും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. എന്നാൽ പോലും ഒരുപക്ഷെ കൊല്ലത്തോ തിരുവനന്തപുരത്തിൻ്റെ തീരപ്രദേശങ്ങളിലോ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. അതുകൊണ്ടാണ് ഈ മേഖലയിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്തടക്കം ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. കാരണം കടൽ പ്രക്ഷുബ്ധമാണ്, ഒരുപക്ഷെ കാറ്റുമുണ്ട്. അതുകൊണ്ട് അതിവേഗത്തിൽ തന്നെ അത് തീരത്തോട് അടുത്ത് വരാനുള്ള സാധ്യത കാണുന്നു. ഏതായാലും നിലവിൽ ഈ പ്രധാനമായും ദുരന്ത നിവാരണ വകുപ്പ് അത് ഭീതിതമായ ഒരു സാഹചര്യമില്ല. എന്നാൽ പോലും എല്ലാവരും ജാഗ്രതയോടെ നിൽക്കണം. കാരണം ഏതെങ്കിലും കാരണവശാൽ കൗതുകത്തോടെ ഈ വസ്തുക്കൾ സ്പർശിക്കാൻ പോകുന്നത് അപകടകരമാണ് എന്നാണ് ദുരന്ത നിവാരണ വകുപ്പ് പറയുന്നത്. താങ്ക് യു ഋഷി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശം തീരദേശത്തുള്ളവർ പ്രത്യേകം ചെവിക്കൊള്ളുക. ഒരു കാരണവശാലും ഈ കാർഗോയെ പോയി കൗതുകത്തിന് പുറത്ത് തൊടാൻ നിൽക്കരുത്. അതിലെന്താണ് വസ്തുക്കളെന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും അത് വലിയ അപകടകരമായ സ്ഫോടക വസ്തുക്കളൊന്നും അതിലില്ല. എങ്കിൽ പോലും അപകടകരമായ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു കാരണവശാലും കാർഗോയുടെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്. അങ്ങനെ തീരത്ത് അടിയുന്ന പക്ഷം 400ഓളം കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ, ഫീഡർ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.